ഇസ്രായേൽ അമേരിക്കയ്ക്ക് നൽകിയ വെടിനിർത്തൽ കരാർ അമേരിക്ക അംഗീകരിച്ചു. അത് ഹമാസിന് മുന്നിൽ വച്ചു. ആ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഖത്തറും സിറിയയും അതുപോലെ തന്നെ ജോർദാനും തുർക്കിയുമൊക്കെ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തി. ഇതുമാത്രവുമല്ല, ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ തലവന്മാരുടെ തല മൊസാദിന്റെ റഡാറിൽ കുടുങ്ങി. ഇതോടെ വെടിനിർത്തൽ എന്ന ഒത്തുതീർപ്പിലെത്താതെ മറ്റ് ഗത്യന്തരമില്ലെന്നായി ഹമാസിന്. പക്ഷേ പ്രധാനമായും ഹമാസിനെ കുഴക്കുന്ന ചോദ്യം ഇതാണ്: 48 ബന്ദികൾ ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം ഹമാസിന്റെ പക്കലുണ്ട്. എന്നാൽ ഈ 48 ബന്ദികൾ എവിടെയെന്ന് പോലും ഹമാസിന്റെ പ്രാദേശിക നേതൃത്വത്തിന് ഇപ്പോഴും അറിയില്ല. ഹമാസിന്റെ പ്രാദേശികമായ പല ഗ്രൂപ്പുകൾ, നുക്മ ഫോഴ്സ് അടക്കമുള്ള പല ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഉണ്ട്. ഇങ്ങനെ ഗാസയിൽ ഹമാസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന നിരവധി ഹമാസിന്റെ സഹോദര തീവ്രവാദ സംഘങ്ങളുമുണ്ട്. ഈ സംഘങ്ങൾക്കൊക്കെ തന്നെ ബന്ദികളെ വീതിച്ചു നൽകുകയായിരുന്നു യഹിയ സിൻവാറും കൂട്ടരും. എന്നാൽ ഇപ്പോൾ ഈ സംഘത്തിൽ പലതും ഇപ്പോൾ നിലവിലില്ല. സംഘാംഗങ്ങളിൽ എല്ലാവരും കൊല്ലപ്പെട്ട നിരവധി തീവ്രവാദ സംഘടനകളും ഇപ്പോൾ ഗാസയിലുണ്ട്. അതുമാത്രവുമല്ല, ഹമാസിന്റെ ഭീകരന്മാരിൽ 95% ഗാസയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇവർ കൊല്ലപ്പെട്ടതോടെ തന്നെ ഈ ബന്ദികളെ എവിടെയാണ് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നത് എന്ന രഹസ്യം അവരിലൂടെ അവസാനിക്കുകയും ചെയ്തു. അത് അറിയാവുന്നവർ ഇന്ന് ഭൂമുഖത്തില്ല. ഇതാണ് ഇപ്പോൾ ഹമാസിനെ കുഴയ്ക്കുന്ന പ്രധാന ചോദ്യം. ഈ ബന്ദികൾ ജീവനോടെ ഉണ്ടെങ്കിൽ എവിടെയുണ്ട്? ഈ ബന്ദികൾ കൊല്ലപ്പെട്ടെങ്കിൽ അവരുടെ ഡെഡ് ബോഡീസ് എവിടെയുണ്ട്? ഇതിന് ഉത്തരം പറയാൻ ഇപ്പോൾ ഹമാസിന്റെ പക്കൽ ഒരു തരത്തിലുള്ള മറുപടിയുമില്ല. ഇതാണ് ഹമാസ് ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുന്നതിന് വിമുഖത കാണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ഹമാസ് ആയുധം താഴെ വയ്ക്കുകയും ചെയ്താൽ അതിന് മുൻപായി ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കടമ എന്നുള്ളത് ബന്ദികളെ വിട്ടയക്കുകയാണ്. ഇസ്രായേൽ പറയുന്നത് ഇതാണ്: 48 ബന്ദികളുണ്ട്. ആ 48 ബന്ദികളിൽ ജീവനോടെ ഉള്ളവരെ ജീവനോടെ വിട്ടയക്കുക. നിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൊലപ്പെടുത്തിയവരുടെ മൃതശരീരങ്ങൾ കൈമാറുക. ഇതാണ് ഹമാസിനോട് ഇസ്രായേൽ പറയുന്ന ഒരേ ഒരു കണ്ടീഷൻ. ഈ കണ്ടീഷൻ പൂർത്തീകരിക്കണമെങ്കിൽ ഹമാസിന് വലിയ അധ്വാനം വേണ്ടിവരും. അത് സാധ്യമല്ല എന്നാണ് ഹമാസിന്റെ പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇവിടെയാണ് ഹമാസിന്റെ നേതൃത്വത്തോട് ഗാസയിലെ ഹമാസിന്റെ പ്രാദേശിക നേതൃത്വം തർക്കിക്കുന്നത്. കാരണം ഞങ്ങളുമായി കൂടിയാലോചിക്കാതെ തിടുക്കപ്പെട്ട് ഏകപക്ഷീയമായി അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു ഒത്തുതീർപ്പ് ചർച്ചയിൽ എന്തിന് ഒപ്പിട്ടു? എന്തിനാണ് ഒരു ഒത്തുതീർപ്പ് ചർച്ചയിൽ നിങ്ങൾ ഒപ്പിട്ട് സമ്മതിച്ചത്? കാരണം അവിടെ എത്ര ഡെഡ് ബോഡീസ് ഉണ്ടെന്നോ അവിടെ എത്ര പേർ ജീവനോടെ ഉണ്ടെന്നോ ഞങ്ങൾക്ക് പോലും അറിയില്ല. ഞങ്ങൾക്ക് അറിയാത്ത ഡെഡ് ബോഡികളെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാത്ത ഇടത്ത് ഒളിവിൽ കഴിയുന്ന ജീവനോടെയുള്ള ബന്ദികളെ ഞങ്ങൾ എങ്ങനെയാണ് ഇസ്രായേലിന് കൈമാറുക? ഇതാണ് ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസ് ചോദിക്കുന്ന ചോദ്യം. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസിനെ ഒരു ചതിയിൽ പെടുത്തുകയായിരുന്നു. ഹമാസിന് വേണ്ടി ഒരുക്കിയ ഒരു കെണിയിൽ ഹമാസിനെ പെടുത്തുകയായിരുന്നു ഇസ്രായേലി സേന ചെയ്തത്. കാരണം ഹമാസിനെ സമ്പൂർണ്ണമായി തീർക്കണമെന്നുള്ളത് മാത്രമാണ് ഇസ്രായേലിൻ്റെ ആജീവനാന്ത ലക്ഷ്യവും ഈ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. ആ തീർക്കൽ സാധ്യമാക്കണമെങ്കിൽ അമേരിക്കയുടെ കൂടി താല്പര്യത്തോടുകൂടി, അമേരിക്കയുടെ കൂടി വിശ്വാസം നേടിയെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമുണ്ടാകണം, ഒരു ഒത്തുതീർപ്പ് ചർച്ച ഉണ്ടാക്കണം. ആ ഒത്തുതീർപ്പ് ചർച്ചയുടെ പ്രധാനപ്പെട്ട അജണ്ട അല്ലെങ്കിൽ ഒന്നാമത്തെ അതിൻ്റെ നിബന്ധന എന്നുള്ളത് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ, അവശേഷിക്കുന്ന ബന്ദികളെ ഹമാസ് വിട്ടയക്കണം. ആ ജീവനോടെ വിടണമെന്ന് നിർബന്ധ ബുദ്ധി ഇസ്രായേൽ പറയുന്നില്ല. നിങ്ങൾ ഇടയ്ക്ക് പലരെയും കൊലപ്പെടുത്തിയിരിക്കാം, പക്ഷേ അവരുടെ മൃതശരീരങ്ങൾ, ശരീരാവശിഷ്ടങ്ങൾ അത് നിങ്ങളുടെ പക്കലുണ്ടല്ലോ. ആ ശരീരാവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് കൈമാറണം. ആരെയാണ് നിങ്ങൾ കൊലപ്പെടുത്തിയതെന്ന് കൂടി നിങ്ങൾ വ്യക്തമാക്കണം. നേരത്തെ ഇത്തരത്തിലുള്ള ചർച്ചകളും ഇത്തരത്തിലുള്ള ബന്ദി കൈമാറ്റങ്ങളും ബന്ദികളുടെ മൃതശരീരങ്ങളുടെ കൈമാറ്റങ്ങളും ഒക്കെ നടന്നിരുന്നു. അപ്പോൾ ഇത് ഹമാസിന് സാധ്യമാകുന്നതാണ് എന്നുള്ള ഉറപ്പ് ഇസ്രായേൽ തന്നെ അമേരിക്കയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കും മുന്നിൽ അവതരിപ്പിച്ചു. ഇതിൽ വീഴുന്നത് ഹമാസാണ്. ഇനിയിപ്പോൾ വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നു. ഇനിയിപ്പോൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടതുപോലെ ഈ ബന്ദികളുടെ മൃതശരീരം അല്ലെങ്കിൽ ബന്ദികളെ ജീവനോടെ വിട്ടുകൊടുക്കാതിരിക്കാൻ ഹമാസിനാവില്ല. എവിടെ പോയി കൊണ്ടുവരും? നേരത്തെ ഒരു വലിയ തട്ടിപ്പ് ഹമാസ് നടത്തിയിരുന്നു. ഒരു ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുപോയ ഒരു സ്ത്രീയുടെ മൃതശരീരം എന്ന പേരിൽ മറ്റൊരു
പാലസ്തീൻ യുവതിയുടെ മൃതശരീരം കൊടുത്തയച്ചു. അപ്പോൾ അത് വലിയ വിവാദമായപ്പോൾ മാപ്പ് പറഞ്ഞ് തലയൂരി ഹമാസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകണമെങ്കിൽ ബന്ദികളെ ഹമാസ് വിട്ടയക്കണം. ബന്ദികളെ വിട്ടയക്കാൻ ഹമാസിന്റെ പക്കൽ ബന്ദികൾ വളരെ കുറവാണ്. ഈ 48 ബന്ദികളിൽ പകുതി പേർ പോലും ഹമാസിന്റെ പക്കൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അടുത്ത് സംഭവിക്കുന്നത്, ഇസ്രായേൽ ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുന്നു. അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഇപ്പോൾ പോലും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതാണ്. ഇപ്പോൾ പോലും വെടിനിർത്തൽ കരാർ മുന്നോട്ട് വച്ചുവെങ്കിലും വെടിനിർത്തൽ കരാറിലെ ഒരു നിബന്ധനകളും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും വെടിയുതിർക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറിലും ഖാൻ യൂനിസിലും ജബാലിയയിലും ഗാസ സിറ്റിയിലും അടക്കം ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി. കഴിഞ്ഞ 1-2 ദിവസത്തിനിടയ്ക്കിൽ 40ഓളം വരുന്ന ഹമാസ് ഭീകരന്മാരെയാണ് ഗാസയിൽ ഇസ്രായേൽ സേന തീർത്തത്. പിന്നെ എവിടെയാണ് വെടിനിർത്തിയത് ഇസ്രായേൽ? അപ്പോൾ ഇസ്രായേലിന്റെ തന്ത്രത്തിൽ പൂർണ്ണമായും വീണിരിക്കുന്നു ഹമാസ്. ഇസ്രായേൽ കുഴിച്ച കുഴിയിൽ വീണിരിക്കുന്നു. ഇനി ആ കുഴിയിൽ നിന്നും ഒരു കയറ്റം ഇസ്രായേലിനെ സംബന്ധിച്ചില്ല. ഇനി ആ കുഴിയിൽ നിന്നൊരു കയറ്റം ഹമാസിനെ സംബന്ധിച്ചില്ല. ഹമാസ് എന്നേക്കുമായി മരണത്തിന് മുന്നിൽ കീഴടങ്ങാൻ പോവുകയാണ്. ഇസ്രായേൽ വച്ച കെണിയിൽ ഹമാസ് വീണിരിക്കുന്നു. ഹമാസിനെ സംബന്ധിച്ച് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ അമേരിക്കയ്ക്ക് പോലും ഇസ്രായേലിനെ കുറ്റം പറയാൻ പറ്റില്ല. ഖത്തറിന് ഇസ്രായേലിനെ കുറ്റം പറയാൻ പറ്റില്ല. ജോർദാൻ ഇസ്രായേലിനെ കുറ്റം പറയാൻ പറ്റില്ല. തുർക്കിക്ക് ഇസ്രായേലിനെ കുറ്റം പറയാൻ പറ്റില്ല. എങ്ങനെ പറ്റും? കാരണം ഇസ്രായേൽ പറഞ്ഞത് ന്യായമാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ, ഞങ്ങളെ അവിടെ നിന്ന് ഞങ്ങളുടെ പൗരന്മാരെ ബന്ദികളാക്കിയ ബന്ദികളെ നിങ്ങൾ മോചിപ്പിക്കൂ, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാം, നിങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ ഒപ്പിട്ട് തരാം, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കാം. പക്ഷേ ആ ബന്ദികളെ വിടാൻ ഇപ്പോൾ ഹമാസിന്റെ പക്കൽ ബന്ദികളില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തായാലും ഗാസയെ ചുട്ട് ചാരമാക്കിയിട്ട് മാത്രമേ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്നും പിന്തിരിയുള്ളൂ. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കില്ല. നിലവിൽ 95% ഹമാസിന്റെ ഭീകരന്മാരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അവശേഷിക്കുന്ന 5% പോലും ഇസ്രായേൽ വെറുതെ വിടില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ഓർക്കണം. ഒക്ടോബർ മാസം 7-ാം തീയതി 2023 ഇസ്രായേലിൽ കടന്നു കയറി നടത്തിയ ക്രൂരതയിൽ പങ്കെടുത്ത ഒരു ഭീകരനെങ്കിലും ഈ ലോകത്ത് ജീവിച്ചിരുന്നാൽ അത് ഇസ്രായേലിന്റെ പരാജയമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏത് ഭീകരൻ ഒക്ടോബർ 7-ന്റെ കൂട്ടക്കൊലയിൽ പങ്കെടുത്തു എന്നുള്ളത് കൃത്യമായി അറിയാത്തത് കൊണ്ട് തന്നെ ഗാസയിൽ അവശേഷിക്കുന്ന മുഴുവൻ ഭീകരന്മാരെയും കൊലപ്പെടുത്തുക, അതായത് ഒരു ഭീകരൻ പോലും ഗാസയിൽ ഹമാസിൻ്റെതായി അവശേഷിക്കരുത്. ഇതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം.